കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിക്കും. സാധാരണക്കാരെ മറന്ന ബജറ്റാണ് നടത്തിയതെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലും ബീഹാറിലും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ബജറ്റിലുള്ളതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഇന്നലെ ബി.ജെ.പിയുടെയൊക്കെ അവകാശവാദം ജനപ്രിയ ബജറ്റാണ്, മധ്യവർഗത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ബജറ്റാണ്, ടാക്സിന്റെ വിഷയമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ബീഹാറിനെയും ഡൽഹിയെയും മാത്രം പരിഗണിക്കുകയും മറ്റു സംസ്ഥാനങ്ങൾക്ക് കാര്യമായ പരിഗണനയില്ല എന്നുള്ള ആരോപണമാണല്ലോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായിരിക്കും ഇന്ന് സഭകളിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നീക്കം? രഞ്ജിത്ത്, ഏതായാലും 3 വിഷയങ്ങളായിരിക്കും ഇന്ന് സഭയിൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ഒന്ന്, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര ബജറ്റിൽ അവഗണന, അത് വലിയ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് തീർത്ഥാടകർ മരിച്ച സംഭവം, അത് ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, JPC റിപ്പോർട്ട് അതിന്ന് സഭയിൽ സമർപ്പിക്കും. അങ്ങനെ 3 വിഷയങ്ങളിൽ സഭ വലിയ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ അഖിലേഷ് യാദവും ഒപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങളും തന്നെ പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കും തിരക്കും ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. തുടർന്ന് സ്പീക്കർ ഇടപെടുകയും ഇത്തരം കീഴ്വഴക്കം ഇല്ലാത്തതാണ്, പ്രത്യേകിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ സംഭവിക്കാത്തതാണ് എന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു. ഏതായാലും ഇന്ന് സ്വാഭാവികമായി ആ വിഷയം തന്നെ ഉന്നയിക്കാനാണ് തീരുമാനം പ്രതിപക്ഷത്തിന്റെ. ഒപ്പം ബജറ്റ് അവഗണന, പ്രത്യേകിച്ച് ബീഹാറിനുള്ള ബജറ്റ് എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ നടത്തിയിരുന്നു. കേരളത്തിലുള്ള MP-മാരടക്കം തന്നെ ഈ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ബജറ്റ് അവഗണന ഒരു പ്രധാന വിഷയമായി ഇന്ന് ചർച്ചയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലുള്ള MP-മാരാകട്ടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേക പാക്കേജ് അടക്കം കേരളം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും കേരളം എന്ന വാക്ക് പോലും പരാമർശിച്ചില്ല എന്നാണ് MP-മാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ആ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രത്യേക പാക്കേജ് അനുവദിച്ചില്ല, മുണ്ടക്ക അടക്കമുള്ള വിഷയങ്ങളും പരാമർശിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാക്കി കൊണ്ടുവരാൻ തന്നെയാണ് കേരളത്തിലുള്ള MP-മാരുടെയും തീരുമാനം. ഇത് കൂടാതെ വരുന്ന പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, വഖഫിലെ JPC റിപ്പോർട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ JPC അധ്യക്ഷനായ ജഗദാംബിക പാൽ സ്പീക്കർക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് ഏതായാലും ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ജഗദാംബിക പാലായിരിക്കും റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഏതായാലും ചില ഭേദഗതികളൊക്കെ തന്നെ 44 ഭേദഗതികളാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ ഭേദഗതികളും പിന്നീട് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി തള്ളുകയായിരുന്നു. സർക്കാർ കൊണ്ടുവന്ന, ഭരണപക്ഷം കൊണ്ടുവന്ന 14 ഭേദഗതികളാണ് അംഗീകരിക്കപ്പെട്ടുള്ളത്. മാത്രമല്ല ചില ഡിസന്റ് നോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ, അതുപോലും നീക്കം ചെയ്തിരിക്കുന്നു എന്ന ആരോപണം JPCയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ JPC വഖഫ് ബില്ല് ഇന്ന് പാർലമെന്റിൽ വെക്കുമ്പോൾ അതിലും വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക്, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 2 ദിവസമാണ് ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഉന്നയിക്കാനുണ്ട് താനും.